കോഴിക്കോട് ഫറൂഖിൽ 15-കാരിയെ സമപ്രായക്കാർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ തുടർ നടപടി ഇന്ന്. കുറ്റാരോപിതരായ 3 കുട്ടികളെ ശിശുക്ഷേമ സമിതി മുൻപാകെ ഹാജരാക്കും. വിവരങ്ങളുമായി റിയാസ് KM ചെയ്യുന്നുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ്. ഇവിടെ സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇനിയുള്ള തുടർ നടപടി? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിര, വെരി ഗുഡ് മോർണിംഗ്. ഇന്നാണ് ആ 3 കുട്ടികളെ, കുറ്റാരോപിതരായ 3 കുട്ടികളെ CWS മുൻപാകെ, ശിശുക്ഷേമ സമിതി മുൻപാകെ ഹാജരാക്കുന്നത്. ഫറോക്ക് ACPയുടെ പരിധിയിൽ, അധികാര പരിധിയിലുള്ള നല്ലളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള 15-കാരിയെയാണ് സമപ്രായക്കാർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 1.5 ആഴ്ച മുൻപാണ് ഈ ഒരു സംഭവം നടന്നത്. നമ്മളെല്ലാം വളരെ ഒരു ദുഃഖകരമായൊരു സംഭവമായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള സുഹൃത്ത് ആരുമില്ലാത്തപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും, പഠനത്തിന് എന്ന് പറഞ്ഞാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഈ പെൺകുട്ടിയെ 2 പേർ ചേർന്ന് ലൈംഗികമായി പീഡിപ്പിക്കുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയുടെ നിലവിളി ശബ്ദം കേട്ട്, ബഹളം കേട്ട് സമീപവാസികൾ അവിടേക്ക് എത്തുകയും, അപ്പോഴാണ് സംശയം തോന്നുന്നതിനെ തുടർന്ന് സമീപവാസികളാണ് പെൺകുട്ടിയെ അവിടെ നിന്നും പിന്നീട് കൊണ്ടുപോയി. രക്ഷിതാക്കളോടാണ് പെൺകുട്ടി ആദ്യം തുറന്നു പറയുന്നത്. അതിന് പിന്നാലെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഈ പീഡന വിവരം പെൺകുട്ടി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ തന്നെ നല്ലളം പോലീസിന് കേസെടുക്കാൻ ഫറോക്ക് ACP നിർദ്ദേശം നൽകുകയും നല്ലളം പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ദയനീയമായൊരു കാര്യം, ഈ സമപ്രായക്കാരായ 2 കുട്ടികൾ ചേർന്ന് ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുമ്പോൾ തന്നെ 11 വയസ്സുള്ള മറ്റൊരു കുട്ടി ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ വീഡിയോ പകർത്തുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായൊരു കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേർക്കെതിരെയാണ് അന്ന് കേസെടുത്തത്. ഇവർ 3 പേരും പ്രായപൂർത്തിയാവാത്ത കുട്ടികളായതുകൊണ്ട് തന്നെ, കുറ്റാരോപിതരായതുകൊണ്ട് തന്നെ ഇവരെ ഇനിയിപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് മുൻപിൽ ഹാജരാക്കുക എന്നൊരു കർത്തവ്യമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉള്ളത്. ഇന്നാണ് അവരെ ഹാജരാക്കുന്നത്. ഇന്ന് ഹാജരാക്കുമ്പോൾ തന്നെ ഈ 3 പേരെയും വിശദമായി ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടും. CWCയുടെ തീരുമാനത്തിനനുസൃതമായിരിക്കും ഇവരോട് വിശദമായി മൊഴിയെടുക്കുക. ഈ 3 പേരെയും ചോദ്യം ചെയ്യാൻ ഇതുവരെ പോലീസിന് അവസരം ലഭിച്ചിട്ടില്ല. ഫറോക്ക് ACPക്കാണ് ഈ കേസന്വേഷണത്തിൻ്റെ ചുമതലയുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും കുറ്റാരോപിതരായിട്ടുള്ള കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുക, അവരെ ചോദ്യം ചെയ്യുക. അതിൽ നിന്ന് മാത്രമായിരിക്കും കൂടുതൽ ഈ കേസിനെ സഹായകരമാകുന്ന രീതിയിൽ ലഭിക്കുക എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്, പോലീസ് കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ കുട്ടികളെ അവിടെ ഹാജരാക്കുമ്പോൾ തന്നെ ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും പോലീസ്. ഇപ്പോൾ നിലവിൽ തന്നെ ഈ 3 കുട്ടികളുടെയും SBR റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. സാമൂഹ്യ പശ്ചാത്തല റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാവും CWC ഇന്ന് തുടർ നടപടി സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുക. അതിന്